ഹലോ ട്രേഡേഴ്സ്, നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 4 ഹവറിൽ ട്രെൻഡ് മനസ്സിലാക്കി ലോവർ ടൈം ഫ്രെയിമായ 5 മിനിറ്റിൽ ഇൻഡ്യൂസ്മെൻ്റ് എൻട്രി കൺഫർമേഷൻ അല്ലെങ്കിൽ ഈ ചോച്ച് എൻട്രി കൺഫർമേഷൻ നോക്കി എങ്ങനെ എൻട്രി എടുക്കുക എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അതും മേജർ ട്രെൻഡിൽ എങ്ങനെ എൻട്രി എടുക്കണം എന്നുള്ളതിനെ പറ്റിയാണ് പറഞ്ഞു പോകുന്നത് കേട്ടോ. ഇതിന് ശേഷം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഒരു 2-3 വീഡിയോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് എന്താണ് ഈ മൈനർ ട്രെൻഡിലേക്ക് വരുമ്പോൾ എങ്ങനെ എൻട്രി എടുക്കണം, കൗണ്ടർ ട്രെൻഡിലേക്ക് വരുമ്പോൾ എങ്ങനെ എൻട്രി എടുക്കണം, അതുപോലെ തന്നെ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ട്രേഡുകളുണ്ട്. ഈ 4 ഹവറും 5 മിനിറ്റും 1 ഹവറും കണക്ട് ചെയ്ത് എങ്ങനെ എൻട്രി എടുക്കണം എന്നുള്ളതും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അതുകൊണ്ട് ഇത് ഫസ്റ്റത്തെ വീഡിയോ ആയിട്ട് മാക്സിമം എന്താണെന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കി പോകാനായിട്ട് ശ്രമിക്കുക. അതുപോലെ മറ്റൊരു കാര്യം എടുത്ത് പറയാനുള്ളത്, വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാത്തവരോടും തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലിലോട് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇത് നമുക്ക് എന്താണ് നേരെ കാര്യത്തിലേക്ക് വരാം. ഇപ്പോൾ നമുക്ക് 4 ഹവർ ആണല്ലോ നമ്മൾ ഹയർ ടൈം ഫ്രെയിം ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ 4 ഹവറിലെ ട്രെൻഡ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് പറഞ്ഞുതരാം. ഇപ്പോൾ 4 ഹവറിൽ നമുക്ക് ഇതുപോലെ ഇൻഡ്യൂസ്മെൻ്റ് എടുത്ത് BOSും കിട്ടി, ചേഞ്ച് ഓഫ് ക്യാരക്ടറും കിട്ടിയ ട്രെൻഡാണ് കണ്ടുപിടിക്കേണ്ടതുണ്ടെങ്കിൽ അതിനൊരു എളുപ്പ വഴിയുണ്ട്. ഈ 4 ഹവറിലെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്ന് പറയുന്നത് ഭൂരിഭാഗം ടൈമിലും ഡെയിലി ടൈം ഫ്രെയിമിൽ ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഈ ഡെയിലി ടൈം ഫ്രെയിമിൽ ഇൻഡ്യൂസ്മെൻറ്റ് കണ്ടുപിടിച്ചാൽ തന്നെ നമുക്ക് എന്താണ് ഈ 4 ഹവറിലെ ട്രെൻഡ് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഓക്കെ അല്ലേ? ഞാൻ ഇത് കാര്യങ്ങൾ ചാർട്ട് എടുത്ത് പറഞ്ഞുതരാം, അപ്പോൾ കുറച്ചും കൂടെ സിമ്പിളായിട്ട് തന്നെ മനസ്സിലായിക്കോളൂ കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ AUD ചാർട്ട് 4 ഹവറിൽ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് നിന്നാണ് 4 ഹവറിലെ ട്രെൻഡാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നേരെ ഡെയിലി ടൈം ഫ്രെയിമിൽ ഇൻഡ്യൂസ്മെൻറ്റ് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഡെയിലി ടൈം ഫ്രെയിമിൽ ഒരു ബൈയിങ്ങിലേക്ക് ഇട്ട് ലാസ്റ്റ് ഒരു ഇൻഡ്യൂസ്മെൻറ്റും കിട്ടി, അതുപോലെ തന്നെ എന്താണ് സെല്ലിലേക്ക് വന്ന ഒരു ലാസ്റ്റ് ഇൻഡ്യൂസ്മെൻറ്റും മാർക്ക് ചെയ്തു. ഓക്കെ അല്ലേ? നമുക്ക് ഇതിനകത്ത് നിന്നാണ് കണ്ടുപിടിക്കേണ്ടത് ഇതിലേതാണ് 4 ഹവറിലെ ചേഞ്ച് ഓഫ് ക്യാരക്ടറായിട്ട് വരുന്നതെന്ന്. ഇപ്പോൾ ഈ ഫസ്റ്റ് ട്രെൻഡിൽ നോക്കുകയാണെങ്കിൽ എന്താണ് എവിടെ നിന്നും ഒരു ഇൻഡ്യൂസ്മെൻ്റ് എടുത്ത് BOS കിട്ടിയതായിട്ട് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എന്താണ് ഇത് 4 ഹവറിലെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ അല്ല. ഇതിന് മുന്നത്തെ ട്രെൻഡിലേക്ക് നോക്കുമ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും 4 ഹവറിലൊരു ഇൻഡ്യൂസ്മെൻ്റ് എടുത്തിട്ടുണ്ട്, അതിനുശേഷം ഹൈനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഇതാണ് നമ്മുടെ 4 ഹവറിലെ BOS ആയിട്ട് വരുന്നത്. അതുപോലെ ഇതിൻ്റെ ലോയാണ് 4 ഹവറിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടറായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? ഇപ്പോൾ നമുക്ക് എന്താണ് 4 ഹവറിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഇവിടെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റി. ഇതിന് ശേഷം നോക്കിയേ 4 ഹവറിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടറും ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും ഡൗൺ സൈഡിലേക്ക് ഒരു സെല്ലിങ്ങിലേക്ക് ഒരു ഇൻഡ്യൂസ്മെൻറ്റും കൂടെ കിട്ടി. അപ്പോൾ എന്താണ് ട്രെൻഡ് റിവേഴ്സലിന് സാധ്യതകൾ കൂടുതലായി. ഓക്കെ, നമുക്ക് സെല്ലിങ്ങിലേക്ക് വേണ്ട കൺഫർമേഷനും ഇവിടെയായി. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ പിന്നെ സെല്ലിങ്ങിലേക്കുള്ള ലെവൽസാണ് മാർക്ക് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്, അതുകൊണ്ടാണ് ഞാൻ ഫാസ്റ്റായിട്ട് പറഞ്ഞു പോകുന്നത് കേട്ടോ. അങ്ങനെ വരുമ്പോൾ ഇത് നമുക്ക് സെല്ലിങ്ങിലേക്കുള്ളൊരു ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് കിട്ടി, അതുപോലെ ഇതൊരു സെല്ലിങ്ങിലേക്കുള്ളൊരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് ഞാനിവിടെ മാർക്ക് ചെയ്തു. ഇതിന് മുകളിൽ എന്താണ് സെല്ലിങ്ങിലേക്ക് വേറെ ലെവൽസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് മാർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ സെല്ലിങ്ങിലേക്ക് വേറൊരു ഓർഡർ ബ്ലോക്കും ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ എന്താണ് ഒരു സെല്ലിങ്ങിലേക്കുള്ളൊരു സോണായിട്ട് മാർക്ക് ചെയ്തു. ഓക്കെ അല്ലേ? ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഇൻഡ്യൂസ്മെൻ്റ് എടുത്ത് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് മേജർ ലോയും ഇവിടെ കൺഫേം ആയി. ഇതിന് ശേഷം നമ്മളിവിടെ എന്താണ് ചെയ്യേണ്ടത്, ഈ ഒരു സെല്ലിംഗ് സോണിലേക്ക് വന്നതിന് ശേഷം കൺഫർമേഷൻ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ എന്താണ് കൺഫർമേഷൻ ഇല്ലാന്നാണെങ്കിൽ വിട്ടിട്ട് നെക്സ്റ്റ് ഈ ഒരു സെല്ലിംഗ് സോണിൽ കൺഫർമേഷൻ നോക്കി നമുക്ക് എൻട്രി എടുക്കാം. ഇത്രയും മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ. ഞാനൊരു ചാർട്ട് ഇവിടെ വെച്ചൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് എൻട്രി കൺഫർമേഷൻ്റെ കാര്യം ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നമുക്ക് 2 എൻട്രി കൺഫർമേഷനാണ് വരുന്നത്. നമ്മൾ ലാസ്റ്റത്തെ വീഡിയോയിൽ പഠിച്ച ചോച്ച് എൻട്രി കൺഫർമേഷൻ എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, ബൈയിങ്ങിലേക്ക് ഇതിപ്പോൾ സെല്ലിംഗ് സോൺ ആണെങ്കിൽ ഇതിലേക്ക് വന്ന് ടച്ച് ചെയ്തതിൻ്റെ എന്താണ് ലാസ്റ്റ് ബൈയിങ്ങിലെ പുൾ ബാക്ക് ഉണ്ടല്ലോ, അതിൽ ഹൈയിൽ ലിക്വിഡിറ്റി ഇതുപോലെ ജസ്റ്റ് ഒന്ന് സ്വീപ്പ് ചെയ്തതിന് ശേഷം മേജർ ലോയിന് ബ്രേക്ക് ചെയ്യാൻ നമുക്ക് ചോച്ച് എൻട്രി എടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ രണ്ടാമത് വരുന്നതാണ്, ഇപ്പോൾ ഇതാണ് നമ്മുടെ സെല്ലിംഗ് സോൺ എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് വന്നതിന് ശേഷം ഹയർ ടൈം ഫ്രെയിമിൽ സെല്ലിംഗ് സോൺ ഇതാണെങ്കിൽ ഇതിലേക്ക് വന്ന് ടച്ച് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ ചാർട്ട് 5 മിനിറ്റിലേക്ക് മാറ്റും. അതിനുശേഷം 5 മിനിറ്റിൽ കിട്ടിയ ലാസ്റ്റ് റിവേഴ്സൽ ചോച്ച് ബ്രേക്ക് ചെയ്തതിന് ശേഷം ഒരു ഇൻഡ്യൂസ്മെൻ്റൊക്കെ ഇതുപോലെ കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹൈയിൽ നമുക്ക് എൻട്രി എടുക്കാം. അതെന്നാണ് നമുക്ക് ജസ്റ്റ് വന്ന് ടച്ച് ചെയ്യുമ്പോഴും എൻട്രി എടുക്കാം. പിന്നെ കുറച്ചും കൂടെ സേഫ് ആയിട്ട് ഇതുപോലെ ഒരു ക്യാൻഡലിൻ്റെ കൺഫർമേഷൻ നോക്കി എൻട്രി എടുക്കാം. ഈ 2 എൻട്രി കൺഫർമേഷനും കൂടിയാണ് വരുന്നത്. ഞാൻ ഈ ചാർട്ടിൽ തന്നെ എടുത്ത് പറഞ്ഞത്, അപ്പോൾ കുറച്ചും കൂടെ മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഞാൻ എന്താണ് നേരെ ചാർട്ട് 5 മിനിറ്റിലേക്ക് എടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ 4 ഹവറിലാണ് ലെവൽസ് മാർക്ക് ചെയ്ത്, ഇനി അതിനകത്തേക്ക് വന്നപ്പോൾ എൻട്രി എടുക്കുമെന്ന് മാത്രമേ നമുക്ക് ചെയ്യാനായിട്ടുള്ളൂ. ഞാൻ നേരെ ചാർട്ട് 5 മിനിറ്റിലേക്ക് എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു സെല്ലിംഗ് സോണിലേക്ക് ടച്ച് ചെയ്തതിൻ്റെ ഇവിടെ മുതൽ നമുക്ക് റീപ്ലേയിലേക്ക് ഇടാം. ഓക്കെ അല്ലേ? ഇപ്പോൾ ഈ ഒരു റേഞ്ച് മുതൽ നമുക്കൊന്ന് റീപ്ലേയിലേക്ക് ഇടാം. ഇപ്പോൾ ഫസ്റ്റ് ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് സെല്ലിംഗ് സോണിലേക്ക് വന്ന് ഇൻഡ്യൂസ്മെൻറ്റിലും സെല്ലിംഗ് സോണിലേക്ക് വന്ന് മാർക്കറ്റ് ടച്ച് ചെയ്തു. അപ്പോൾ നമുക്കിവിടെ റിവേഴ്സൽ ചോച്ച് ആയിട്ട് വരുന്ന ഇതാണ് നമ്മുടെ റിവേഴ്സൽ ചോച്ച്. ഓക്കെ അല്ലേ? റിവേഴ്സൽ ചോച്ച് കിട്ടിയപ്പോൾ നമുക്കിവിടെ മേജർ ഹൈയും കൺഫേമായി. അതിനുശേഷം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഇൻഡ്യൂസ്മെൻ്റ് എടുത്താണ് മാർക്കറ്റ് നിൽക്കുന്നത്.
ഓക്കെ അല്ലേ. ഇതിനകത്ത് തന്നെ എന്താണ് നമുക്ക് ഡയറക്റ്റായിട്ട് എൻട്രി എടുക്കണമെങ്കിൽ എടുക്കാം. പിന്നെ ഡയറക്റ്റായിട്ട് എൻട്രി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്കിവിടെ 4 ഹവറിലെ ലോ ആണ് ടാർഗറ്റായിട്ട് വരുന്നത്. അപ്പോൾ ഇത്ര അഗ്രസീവായിട്ട് ഇവിടെ പോയിട്ട് ഇങ്ങനെ എൻട്രി എടുക്കണമെന്നില്ല. ജസ്റ്റ് ഒരു ക്യാൻഡലിൻ്റെ കൺഫർമേഷൻ കിട്ടുന്നതിന് കുറച്ചും കൂടെ സേഫായിട്ട് നോക്കി എൻട്രി എടുക്കാം. ഓക്കെ ആവുന്നുണ്ടല്ലോ. 1-2 ക്യാൻഡലിൻ്റെ കൺഫർമേഷൻ നോക്കിയാലും കുഴപ്പമില്ല. 4 ഹവറിലെ ലോ ആണ് നമ്മുടെ ടാർഗറ്റായിട്ട് വരുന്നത്. ഇവിടുന്ന് ജസ്റ്റ് ഒരു സെല്ലിങ്ങിലേക്കൊരു റെഡ് ക്യാൻഡിൽ കിട്ടുവാണെങ്കിൽ തന്നെ നമുക്ക് 1-2 ക്യാൻഡിൽ കുട്ടുവാണെങ്കിൽ തന്നെ എൻട്രി എടുക്കുന്നതിന് കുഴപ്പമില്ല കേട്ടോ. ഓക്കെ ആവുന്നുണ്ടല്ലോ. ഇതിന് ശേഷം ഞാൻ വീണ്ടും റീപ്ലേയിലേക്ക് ഞാൻ ചാർട്ട് ഇടുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ സംഭവിച്ചെന്താണ്, അവിടെ സെല്ലിങ്ങിലേക്ക് ഒരു കൺഫർമേഷൻ, ഒരു ക്യാൻഡിൽ ക്ലോസ് പോലും കിട്ടിയില്ല. ഇതിന് ശേഷം എന്താണ്, നമ്മൾ വീണ്ടും സെല്ലിങ്ങിലേക്കാണ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ബൈയിങ്ങിലേക്ക് വന്ന ലാസ്റ്റത്തെ പുൾ ബാക്ക് റിവേഴ്സൽ ചോയ്സായിട്ട് തന്നെ മാർക്ക് ചെയ്യും. ഇപ്പോൾ ഈ ഒരു ട്രെൻഡിൽ നോക്കുകയാണെങ്കിൽ ഇതാണ് ഹയസ്റ്റ് ക്യാൻഡിലായിട്ട് വന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഹൈനെ വീണ്ടും ഈ ഹയസ്റ്റ് ക്യാൻഡിൽ ലോന് ബ്രേക്ക് ചെയ്ത് ഹൈനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ലോ നമ്മൾ വീണ്ടും റിവേഴ്സൽ ചോയ്സായിട്ട് മാർക്ക് ചെയ്യും. ഇത് മേജർ പുൾ ബാക്കും എടുക്കുക, അതുപോലെ തന്നെ ഇതിനുള്ളിൽ വന്ന മൈനർ പുൾ ബാക്കും നമുക്ക് റിവേഴ്സൽ ചോയ്സായിട്ട് എടുക്കാൻ പറ്റും. ഇത് ബ്രേക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പിന്നീട് എൻട്രീസ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് ശേഷം എന്താണ് വീണ്ടും ബൈയിങ്ങിലേക്ക് പുൾ ബാക്ക് വരുന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ റിവേഴ്സൽ ചോയ്സായിട്ട് വരുന്നത്. ഇതിന് ശേഷം എന്താണ് ബൈയിങ്ങിലേക്ക് വീണ്ടും പുൾ ബാക്ക് വരുന്നുണ്ടെങ്കിൽ ഏറ്റവും ലാസ്റ്റ് പുൾ ബാക്ക് ആയിരിക്കും നമ്മൾ റിവേഴ്സൽ ചോയ്സായിട്ട് മാർക്ക് ചെയ്യുന്നത്. ഓക്കെ അല്ലേ. ഇപ്പോൾ ഇവിടെ വീണ്ടും ഒരു റിവേഴ്സൽ ചോയ്സ് കിട്ടി. ഇതിന് മുകളിലോട്ട് നോക്കുവാണെങ്കിലോ വീണ്ടും നമുക്കൊരു റിവേഴ്സൽ ചോയ്സ് കിട്ടി. ഇപ്പോൾ ബൈയിങ്ങിലേക്ക് വന്ന ഈ ലാസ്റ്റ് പുൾ ബാക്കാണ് റിവേഴ്സൽ ചോയ്സായിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഈ റിവേഴ്സൽ ചോയ്സ് ബ്രേക്ക് ചെയ്യുമ്പോൾ ഈ മേജർ ഹൈ നമുക്കിവിടെ കൺഫേമായി. ഇതിന് ശേഷമോ നമുക്കൊരു ഇൻഡ്യൂസ്മെൻറ്റും കൂടെ കിട്ടുമ്പോഴാണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. ജസ്റ്റ് റിവേഴ്സൽ ചോയ്സ് ബ്രേക്ക് ചെയ്തതിന് ശേഷം സെല്ലിംഗ് സോണൊക്കെ ആണെങ്കിൽ നമ്മൾ എൻട്രി എടുക്കില്ല. ഒരു ഇൻഡ്യൂസ്മെൻറ്റും കൂടെ ലിക്വിഡിറ്റിയും കൂടെ വന്നതിന് ശേഷമാണ് നമ്മൾ എൻട്രീസ് നോക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഇൻഡ്യൂസ്മെൻറ്റും കിട്ടിയിട്ടുണ്ട്. സെല്ലിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഇൻഡ്യൂസ്മെൻറ്റും കിട്ടിയിട്ടുണ്ട്. ഇതിന് ശേഷം നോക്കുകയാണെങ്കിൽ തൊട്ട് മുകളിൽ തന്നെ പ്രീമിയം ഏരിയയിൽ നോക്കുകയാണെങ്കിൽ ഒരു സെല്ലിംഗ് സോണും നമുക്കിവിടെ കാണാനായിട്ട് പറ്റും, ഒരു ഓർഡർ ബ്ലോക്കും കാണാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ നമുക്ക് എന്താണ് ഈ ഒരു ഓർഡർ ബ്ലോക്കിലേക്ക് വന്ന ടച്ച് ചെയ്യുവാണെങ്കിൽ എൻട്രി എടുക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ഇൻഡ്യൂസ്മെൻറ്റിലാണെങ്കിൽ എൻട്രി എടുക്കാം, ഇല്ലെങ്കിൽ ഗ്യാൻ ബോക്സ് ടൂൾ വെച്ചിട്ട് ഈ ഒരു ഹൈ മുതൽ ലോ വരെ ഉണ്ടല്ലോ, മേജർ ഹൈ മുതൽ ലോ വരെ മാർക്ക് ചെയ്തിട്ട് ഇതിൻ്റെ 50% വരുവാണെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാം കേട്ടോ. ഇവിടെ നോക്കുകയാണെങ്കിൽ ആ സെല്ലിംഗ് സോണിലേക്ക് ടച്ച് ചെയ്തു. ഇതിന് ശേഷം വേണമെങ്കിൽ 1-2 ക്യാൻഡലിൻ്റെ കൺഫർമേഷൻ നോക്കി നമുക്ക് ഇവിടെ നിന്ന് എൻട്രി എടുക്കാം. സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഈ മേജർ ഹൈൻ്റെ മുകളിൽ സ്റ്റോപ്പ് ലോസ് കൊടുക്കാനായിട്ടും പറ്റും. ഓക്കെ അല്ലേ. ഇനി ടാർഗറ്റ് എന്ന് പറയുന്നത് ഏതായിരിക്കും? ടാർഗറ്റ് എന്ന് പറയുന്നത് നമുക്ക് 4 ഹവറിൻ്റെ ഈ ഒരു ലോ വരെ ടാർഗറ്റ് നോക്കാനായിട്ടും പറ്റും. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ 5 മിനിറ്റ് തന്നെ എൻട്രി എടുക്കുമ്പോൾ ഒരു 1:1 അല്ലെങ്കിൽ 1:2 എന്നൊക്കെ പറയുന്നത് വളരെ എളുപ്പത്തിൽ കിട്ടും. ഇപ്പോൾ 4 ഹവറിൻ്റെ ലോയിലേക്ക് നോക്കുമ്പോൾ ഏതാണ് 4 ഹവറിൻ്റെ ലോ വരുന്നത്? ഇതാണല്ലേ. ഇതിലേക്ക് നോക്കുവാണെങ്കിൽ 1:10 RR ഇവിടെ കിട്ടാനായിട്ടുണ്ട്. ഇത്രയൊന്നും എടുക്കത്തില്ല. ഇങ്ങനെ എന്താണ് ഒരു 1:1 1:2 എത്തുമ്പോഴോ പാർഷ്യലി ബുക്ക് ചെയ്ത് പോവുകയാണെങ്കിലും കുറച്ചും കൂടെ സേഫ് ആയിരിക്കും. 1:1 എന്ന് പറഞ്ഞാൽ ഈ മേജർ ലോ വരെ എത്തുമ്പോൾ 1:1 കിട്ടും. അപ്പോൾ അതുപോലെ പാർഷ്യലി ബുക്ക് ചെയ്ത് പോയാലും കുഴപ്പമില്ല കേട്ടോ. ഇപ്പോൾ ഈ ഒരു ട്രേഡ് നോക്കുവാണെങ്കിൽ ഏകദേശം വർക്കായിട്ടുണ്ട്. ഓക്കെ അല്ലേ. ഇതിന് ശേഷം എന്താണ് നമ്മൾ വീണ്ടും വെയിറ്റ് ചെയ്യുവാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? അടുത്തൊരു എൻട്രി കിട്ടാൻ സാധ്യത ഉണ്ടോ എന്ന് നോക്കിയിട്ട്. ഓക്കെ അല്ലേ. അപ്പോൾ ഇതിന് ശേഷം എന്താണ് മാർക്കറ്റ് നമ്മുടെ ഏകദേശം ഒരു 1:3 RRനൊക്കെ അടുത്ത് വന്നിട്ട് വീണ്ടും മാർക്കറ്റ് ആ ന്യൂസിൻ്റെ ടൈമിൽ ഒന്ന് ഹൈനെ സ്വീപ്പ് ചെയ്തു. ഹൈനെ സ്വീപ്പ് ചെയ്തെന്ന് പറയുന്നത് നമ്മുടെ അവിടുത്തെ ഒരു ട്രേഡ് എസിൽ ഹിറ്റായി. ഇതിന് ശേഷം എന്താണ് മാർക്കറ്റ് വീണ്ടും ഇതിന് മുകളിലോട്ട് പോയിട്ടില്ല, തൊട്ട് മുകളിലെ OBയിലേക്ക് മിറ്റിഗേറ്റ് ചെയ്തിട്ടുമില്ല. ജസ്റ്റ് ലിക്വിഡിറ്റി സ്വീപ്പിന് ശേഷം തന്നെ ഇവിടുന്ന് വീണ്ടും കൺഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിലും നമുക്ക് വീണ്ടും സെൽ എൻട്രി എടുക്കാനായിട്ട് പറ്റും. ഞാൻ ചാർട്ട് വീണ്ടും 5 മിനിറ്റിലേക്ക് തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ എടുത്ത ട്രേഡ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഒരു ടാർഗറ്റിലേക്ക് പോയി വീണ്ടും വന്ന് ആ മാർക്കറ്റ് ന്യൂസിൻ്റെ ടൈമിൽ ഒന്ന് ഹൈനെ സ്വീപ്പ് ചെയ്തു. ഓക്കെ. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഒരു ട്രേഡ് പിന്നെ എസിൽ ഹിറ്റായി. ഓക്കെ ആവുന്നുണ്ടല്ലോ. പാർഷ്യൽ ബുക്ക് ചെയ്തൊക്കെ പോവുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല, നമുക്ക് ചെറിയൊരു പ്രോഫിറ്റ് അവിടെയും പിന്നെയും കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ വീണ്ടും ഹൈനെ സ്വീപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും മാർക്ക് ചെയ്യുന്നത് റിവേഴ്സൽ ചോയ്സ് തന്നെയായിരിക്കും. ബൈയിങ്ങിലേക്ക് വന്ന ലാസ്റ്റ് പുൾ ബാക്ക് വീണ്ടും റിവേഴ്സൽ ചോയ്സായിട്ട് മാർക്ക് ചെയ്തു. ഈ ഒരു റിവേഴ്സൽ ചോയ്സ് ബ്രേക്ക് ചെയ്തതിന് ശേഷമാണ് പിന്നെ നമ്മൾ എൻട്രീസും കാര്യങ്ങളും നോക്കുന്നത്. ഓക്കെ. ഇപ്പോൾ റിവേഴ്സൽ ചോയ്സ് ബ്രേക്ക് ചെയ്തതിന് ശേഷം ഒന്നാണ് നമുക്ക് മേജർ ഹൈ ഇവിടെ കൺഫേമായി. ഇതിന് ശേഷം ഈ ഒരു ട്രെൻഡിൽ ഇൻഡ്യൂസ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് ഒരു ഇൻഡ്യൂസ്മെൻറ്റ് വരുന്നത്. ഓക്കെ അല്ലേ. ഇവിടെ ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് വന്ന് ടച്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാം. ഇതിന് ശേഷം ഒന്നാണ് വീണ്ടും ഡൗൺ സൈഡിലേക്ക് ഒരു ഇൻഡ്യൂസ്മെൻറ്റ് വരുവാണെങ്കിൽ ഈ ഹൈ മുതൽ ലോ വരെ ഇതിൻ്റെ 50% കണക്ട് ചെയ്തിട്ട് അതിലേക്ക് വന്നതിന് ശേഷവും നമുക്ക് എൻട്രി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഈ ഒരു ട്രെൻഡിൽ നോക്കുകയാണെങ്കിൽ ഇതാണ് ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ. ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് വന്ന് ടച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ക്യാൻഡിലിൻ്റെ കൺഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ എൻട്രി എടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് വന്ന് ടച്ച് ചെയ്തു. ഇവിടുത്തെ ഒരു 2-3 ക്യാൻഡിലിൻ്റെ കൺഫർമേഷൻ നോക്കി എൻട്രി എടുത്താലും കുഴപ്പമില്ല. സെല്ലിങ്ങിലേക്ക് വന്ന ക്യാൻഡിലിൻ്റെ കൺഫർമേഷൻ നോക്കി എൻട്രി എടുത്താലും കുഴപ്പമില്ല. സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഈ മേജർ ഹൈൻ്റെ മുകളിലായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ടാർഗറ്റ് എന്ന് പറയുന്നത് എന്താണ് 4 ഹവറിൻ്റെ മെയിൻ ലോ ആയിരിക്കും നമ്മൾ ടാർഗറ്റായിട്ടും സെറ്റ് ചെയ്യുന്നത്. ഓക്കെ ആണെന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഈ ഒരു എൻട്രി ഇവിടുന്ന് കിട്ടി. നോക്കി 4 ഹവറിലേക്ക് നോക്കിയപ്പോൾ ജസ്റ്റ് ഒരു വിക്ക് മാത്രമേ ഉള്ളൂ അല്ലേ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. ഇനി ടാർഗറ്റ് എന്ന് പറയുന്നത് ഇത് തന്നെയായിരിക്കും കേട്ടോ. ഇപ്പോൾ ഈ ഒരു ട്രേഡിൽ നോക്കുകയാണെങ്കിലും ട്രേഡ് വർക്ക് ആവുകയാണെങ്കിൽ എന്താണ്
ഒരു 1:7 RR ഇവിടെ ഈസി ആയിട്ട് തന്നെ കിട്ടാണ്ട്. ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് പാർഷ്യലി ബുക്ക് ചെയ്ത് തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പോകാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? ഇപ്പോൾ ഈ ഒരു മേജർ ലോയിനെ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് 50 മിനിറ്റിൽ പുതിയൊരു BOS കിട്ടും. 50 മിനിറ്റിൽ 4 ഹവറിൽ പുതിയൊരു BOS കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ടാർഗറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണെന്നുണ്ടല്ലോ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ. നമ്മളിവിടെ ഫസ്റ്റ് എന്താണ് 4 ഹവറിലെ ട്രെൻഡ് മനസ്സിലാക്കി. 4 ഹവറിലെ ട്രെൻഡ് മനസ്സിലാക്കാൻ ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് നോക്കിയപ്പോൾ ഡെയിലിയിൽ ഇൻഡ്യൂസ്മെൻറ്റ് 4 ഹവറിലെ ട്രെൻഡ് കിട്ടി. ഡെയിലിയിൽ ഇൻഡ്യൂസ്മെൻ്റ് ആണ് 4 ഹവറിൽ ചോയ്സായിട്ട് വന്നത്. അപ്പോൾ നമുക്ക് ട്രെൻഡ് മനസ്സിലായി. അതിനുശേഷം 4 ഹവറിൽ നോക്കിയപ്പോൾ ട്രെൻഡ് റിവേഴ്സലിൻ്റെ സാധ്യതയാണെന്ന് മനസ്സിലായി. അതിനുശേഷമാണ് നമ്മൾ ആ ട്രെൻഡ് റിവേഴ്സലിലേക്കുള്ള സെല്ലിംഗ് സോണും ലെവൽസും മാർക്ക് ചെയ്തത്. ഓക്കെ അല്ലേ? ഇനി ആ ഒരു ട്രെൻഡിലേക്ക് വന്നപ്പോഴാണ്, ട്രെൻഡ് റിവേഴ്സലിൻ്റെ ആ ഒരു ലെവൽസിലേക്ക് വന്നപ്പോഴാണ് നമ്മൾ 5 മിനിറ്റിൽ എൻട്രി എടുത്തത്. 5 മിനിറ്റിൽ എൻട്രി എടുക്കാൻ മാത്രമാണ് നമ്മൾ 5 മിനിറ്റിലേക്ക് പോയത്. ബാക്കിയെല്ലാം 4 ഹവറിലെ ട്രെൻഡ് അനുസരിച്ചാണ് നോക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ 4 ഹവറിൽ 5 മിനിറ്റിൽ എൻട്രി കിട്ടിയാലും 4 ഹവറിലെ നെക്സ്റ്റ് ലെവലായിരിക്കും നമ്മുടെ ടാർഗറ്റായിട്ടും വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല എന്നാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇതിന് മുന്നത്തെ ഈ കാര്യങ്ങളെല്ലാം ഇതിന് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതുകൊണ്ടാണ്, എൻട്രി കൺഫർമേഷൻ ട്രെൻഡ് മനസ്സിലാക്കുന്നതെല്ലാം മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതുകൊണ്ടാണ് കുറച്ച് ഫാസ്റ്റായിട്ട് തന്നെ പോയത്. ഇനി നെക്സ്റ്റ് വീഡിയോയിലോട്ട് വരുമ്പോൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ മൈനർ ട്രെൻഡിലേക്ക് വരുമ്പോൾ എങ്ങനെ എൻട്രി എടുക്കണം, കൗണ്ടർ ട്രെൻഡിലേക്ക് വരുമ്പോൾ എങ്ങനെ എൻട്രി എടുക്കണം, പിന്നെ ഇതിൻ്റെ ട്രെൻഡ് കണ്ടിന്യൂവേഷൻ വരും 4 ഹവർ 1 ഹവർ 5 മിനിറ്റ് കണക്ട് ചെയ്തിട്ട് അതിലെങ്ങനെ എൻട്രി എടുക്കണം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്തുപോലെ നിങ്ങളുടെ ട്രേഡിങ്ങിൽ ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്ക് ഷെയർ എത്തിക്കാനും ശ്രമിക്കുക. നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ നിർത്തിയിട്ട് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ.